ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ ഒക്കെ സമയമൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, വീഡിയോ ഒക്കെ കാണണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. അപ്പം ഇന്ന് രാവിലെ പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമായിരുന്നു, കറിയൊന്നും വേണ്ടായിരുന്നു കേട്ടോ. ചപ്പാത്തി മാത്രം ഉണ്ടാക്കിയാൽ മതി. ഇന്നത്തെ കറിയെല്ലാം ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ ജോലി എളുപ്പമുണ്ടായിരുന്നു. അപ്പോൾ ചപ്പാത്തിയൊക്കെ ഞാൻ ഉണ്ടാക്കി എല്ലാം വെച്ച് ഇന്നിപ്പോൾ ഞാൻ എണ്ണയകത്താണ് ചപ്പാത്തി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കമൻറ്റ് ബോക്സിലൊന്ന് പോയതായിരുന്നേ, കഴിഞ്ഞ ദിവസം ഇട്ടൊരു വീഡിയോയുടെ കമൻറ്റ് നോക്കാനായിട്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ പുഷ്പലത ചേച്ചി പറഞ്ഞായിരുന്നു, ചപ്പാത്തി ഇങ്ങനെ പൊടി പരത്തി കഴിഞ്ഞാൽ കല്ലിലൊക്കെ കരിഞ്ഞ് പിടിക്കുക. ഇല്ല ചേച്ചി, നമ്മൾ ചപ്പാത്തി പരത്തിച്ച് സാധാരണ ഇങ്ങനെ ഒരു പേപ്പർ ഇട്ടേച്ച് ഇങ്ങനെ വിടർത്തിയല്ലേ ഇടുന്നത്. ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. ഒരു ചപ്പാത്തി ആദ്യം പരത്തി വെച്ച് അതിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ അടുക്കി വെക്കുക. അപ്പോൾ അതിനൊരു ചെറിയൊരു ജലാംശം പോലെ വരുമ്പോഴത്തേക്ക് ഈ പൊടി അതിലോട്ട് തന്നെ അങ്ങ് പിടിക്കുക. പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കല്ലയിടുമ്പോഴത്തേക്ക് കുഴപ്പമില്ല. എന്നിട്ട് എന്നാന്ന് വെച്ചാൽ നമ്മൾ അടുക്കി വെച്ചേച്ച് ലാസ്റ്റ് ആദ്യം വെച്ചണം മുകളിൽ വരുന്ന രീതി തിരിച്ചെടുത്ത് വെച്ച് ആദ്യം പരത്തി തൊട്ട് ചുട്ടെടുക്കുമ്പോൾ കുഴപ്പമില്ല കേട്ടോ, ശകലം പോലും പൊടി വരത്തില്ല. ഞാൻ അങ്ങനെ ചെയ്യും. നമ്മൾ അതേസമയം പരത്തി ഇങ്ങനെ പേപ്പറെ വിടർത്തി ഒന്നേ മുട്ടാതെ ഇടത്തില്ലേ, അങ്ങനെ നമ്മൾ ഇട്ടേച്ച് പിന്നെ ഒന്നിച്ച് ചുടാൻ നിന്നാൽ നിറച്ചും പൊടിയാകും. ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത പൊടിയാകത്തില്ല കേട്ടോ. ഇപ്പം ഞാൻ എണ്ണ ചേർത്ത് ഉണ്ടാക്കിയപ്പോഴും അങ്ങനെ പൊടിക്കകത്ത് തന്നെയാണ് പരത്തിച്ച് ഇങ്ങനെ അടുക്കി വെച്ചേച്ച് ആദ്യം ഉള്ളത്. എന്നിട്ട് നമ്മൾ എടുത്ത് വെക്കുമ്പം പൊടി ഒന്ന് കുറച്ച് തൂത്ത് കളയണം. കൈ കൊണ്ട് നമ്മളിങ്ങനെ തട്ടുമല്ലോ, തട്ടി കളയുന്നല്ലോ, അങ്ങനെ കളഞ്ഞേച്ച് വെക്കാവുള്ളൂ. അന്നേരം അങ്ങനെ പൊടി കരിഞ്ഞ് പിടിക്കത്തില്ല കേട്ടോ. പിന്നെ എന്നായിരുന്നു, നിത്യ എന്നോട് ചോദിച്ചായിരുന്നു ഹെയർ ഗ്രോത്തിന് പറ്റിയ ടിപ്സ് എന്നാന്ന്. അതിന് ഇത് നല്ല കേട്ടോ, കറ്റാർവാഴയും പിന്നെ ആ വിറ്റമിൻ ഇയുടെ ക്യാപ്സൂളും കൂടെ ചേർത്ത് തല പരട്ടിയാലും ശരിയാകും, കുഴപ്പമില്ല. പിന്നെ ഞാൻ വേറെണ്ണം ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. അതിൻ്റെ എല്ലാം ഒന്ന് റിസൾട്ട് വന്നിട്ട് ഞാൻ പറയാം കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ റിസൾട്ട് വരാതെ ഞാൻ പറഞ്ഞാൽ അത് ശരിയാകത്തില്ലല്ലോ. ആദ്യം എനിക്ക് അനുഭവം ഉണ്ടാകണ്ടേ, എന്നല്ലേ നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് ഞാൻ പറയാം കേട്ടോ. നീറ്റ് എന്നോട് ചോദിച്ചതിന് മറുപടി ഞാൻ പറയാവേ. പിന്നെ എന്നായിരുന്നു പ്രത്യേകിച്ച്, പിന്നെ കമൻറ്റിലൊന്നും അങ്ങനെ പ്രത്യേകിച്ച് വലിയതായിട്ടൊന്നും ഇല്ല. അപ്പം നമുക്ക് ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോയിലൂടെ കാണാവേ. ഞാനിപ്പം പച്ചക്കറിയൊക്കെ ഒന്ന് നനയ്ക്കാനും ഇന്നലെ വൈകിട്ട് നനയ്ക്കണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. പൈപ്പിൽ വെള്ളം കുറവായിരുന്നു, അതുകൊണ്ട് പിന്നെ ഞാൻ നനച്ചില്ല. എന്നിട്ട് ഇപ്പോൾ രാവിലെയൊക്കെ നനയ്ക്കാമെന്ന് വിചാരിച്ച് രാവിലെ എല്ലാം ഒന്ന് നനച്ചെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് വേണം. കഴിക്കാനുള്ളതെല്ലാം ഉണ്ടാക്കി വെച്ചേക്കുവാണ്, അവർക്ക് കൊടുത്താൽ മതി. അപ്പം രാവിലത്തെ ഉള്ള വെള്ളം എല്ലാം കൂടെ കുടിക്കും. രാവിലെ എനിക്ക് കുറേ വെള്ളം കുടിച്ചപ്പോഴത്തേക്ക് വയറങ്ങ് നിറയും. അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കുന്നില്ല കേട്ടോ. ഉച്ചയ്ക്കോട്ടുള്ള വീഡിയോ ഒക്കെ എടുക്കുക. ഇന്ന് പറമ്പിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങണമെന്നുണ്ട്. കണ്ണൻ ഇന്ന് ട്യൂഷനൊക്കെ പോയിട്ട് വന്ന് കഴിച്ച സമയമുണ്ടെങ്കിൽ ഈ വെയിൽ കൊണ്ടാണ് ഇറങ്ങാനങ്ങ് മടി. എന്നാ ചൂടാണ്, വെളിയിലോട്ട് ഇറങ്ങണ്ട, പൊള്ളുന്ന പോലെ. പെരക്കകത്തിരുന്നാൽ പോലും അങ്ങ് വേർത്ത് കുളിക്കുക. അതായത് പിന്നെ ആവി ഉണ്ടെന്നേ ഉള്ളൂ. വെളിയിലോട്ട് ഇറങ്ങിയാൽ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. ഇതിനേക്കാൾ നല്ലത് മഴയൊക്കെ തന്നെയാണ് അല്ലേ. മഴ വരുമ്പോൾ നമ്മൾ പറയും ഒന്ന് വെയിൽ തെളിഞ്ഞിരുന്നെങ്കിലെന്ന്. വെയിൽ വരുമ്പോൾ പറയും ഒരു മഴ പെയ്തിരുന്നെങ്കിൽ. മനുഷ്യരെങ്ങനെയാണ്, നമുക്ക് അക്കരെ പച്ചക്കാരല്ലേ നമ്മൾ. അക്കരെ ഇതാകുമ്പോൾ ഇക്കരെ പച്ച, അക്കരക്കെ പച്ച, അങ്ങനെയല്ലേ എല്ലാവരും ചിന്തിക്കുന്നത്. പക്ഷെ എനിക്കിഷ്ടം മഴയാണ് കേട്ടോ. ഈ വെയിലിനേക്കാളൊക്കെ ഇഷ്ടം, വെയിൽ വേണ്ടെന്നല്ല, പക്ഷേ എനിക്ക് മഴ ഭയങ്കര ഇഷ്ടമാണ്. മഴ കാണുന്നത് തന്നെ ഒരു പ്രത്യേക സന്തോഷമല്ലേ. അപ്പം ഞാൻ ചെടിക്കെല്ലാം ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് വരട്ടെ കേട്ടോ. അപ്പം മറക്കണ്ട കേട്ടോ, സപ്പോർട്ട് ചെയ്തേക്കണം എല്ലാവരും ഒന്നേ. ഇവിടെ കുമ്പളങ്ങയുടെ ഇത് ചരക്കുമ്പളങ്ങ ഇല്ലേ, അതിൻ്റെ കയറി വന്ന് അത് ആ ഷീറ്റിൻ്റെ പുറത്തോട്ട് കയറിയാൽ ഭയങ്കര ചൂട്, അത് കരിഞ്ഞു പോത്തേ ഉള്ളൂ. അങ്ങനെ അങ്ങോട്ട് വെച്ചാൽ മതിയല്ലോ, ഞങ്ങൾ പൊക്കോളൂ. അത് ഇച്ചിരി കൂടെ നീക്കി ഇങ്ങോട്ട്, ഇച്ചിരി കൂടെ ഇങ്ങോട്ട് നീക്കിക്ക്. അങ്ങനെ വെച്ചാൽ പിന്നെ നമുക്ക് പൊക്കോളൂ. കോവയ്ക്ക പറിക്കാം നമുക്ക്. കോവയ്ക്ക കുറേ കിടപ്പുണ്ട് കേട്ടോ. എൻ്റെ ഇവിടെ എല്ലാം വിളഞ്ഞത് കിടപ്പുണ്ട്. ഇതുണ്ട്, ഇതെല്ലാം മുഴുവനും അങ്ങ് പറിച്ചൊരു വിളഞ്ഞതല്ലാവേ, പെട്ടെന്ന് പഴുക്കില്ലെങ്കിൽ. കുറേ കോവയ്ക്ക കിട്ടി കേട്ടോ. ഇതിൽ അവിടെ ഇവിടെയൊക്കെ ഇടയ്ക്ക് എല്ലാം കിടക്കും, കാണത്തില്ല, അതായി പറ്റി പോകുന്നത്. ഉച്ചക്കത്തേക്കുള്ള കറിയൊക്കെ വെക്കാനായിട്ട് തുടങ്ങുവാണേ. ചോറ് ഞാൻ നേരത്തെ എടുത്ത് കുക്കറിൽ വെച്ചായിരുന്നേ. കാര്യം ഭയങ്കര വേവാന്ന് എനിക്ക്, എന്നാ ചെയ്യാനാ, ഭയങ്കര വേവ്. അതുകൊണ്ട് നേരത്തെ എടുത്ത് കുക്കറിൽ വെച്ചു. അപ്പം ഇനിയിപ്പം വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിക്ക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിനകത്തൊരു പച്ചമുളകും സവോളയും കൂടെ ചേർക്കണം. പിന്നെ സവോളപ്പൂ
അത് ഞാൻ തോരൻ വെക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്. സവോള ആദ്യം അരിഞ്ഞെടുക്കട്ടെ. പിന്നെ എല്ലാവരുടെയും തിരക്കുകളൊക്കെ കഴിയുമ്പോഴൊക്കെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. കഴിഞ്ഞ സാരന്ന് രഞ്ജിനി എന്തോന്ന് പറയുന്നത് സൗണ്ട് അങ്ങോട്ട് ഇതായിട്ട് കിട്ടുന്നുണ്ടെന്നേ. ഞാൻ ശരിക്കും ഉറക്കെയാ പറയുന്നത്, പിന്നെ സൗണ്ട് അങ്ങോട്ട് ഇതാകത്തെ എന്നാന്ന് അറിയില്ല. ഞാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ സവോള ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. വേറെല്ലോറെ എടുക്കുന്നുണ്ട്. എൻ്റെ കൈ പെട്ടെന്ന് മുറി വേറെല്ലോറെ ഇടാതിരിഞ്ഞുണ്ടല്ലോ കൈ മൊത്തം കീറിയിരിക്കും. പച്ചമുളക് ഇട്ടിട്ട് പഴയ പാട്ടുകളൊക്കെ കേൾക്കാൻ എന്നെ രസമല്ലേ. ഞാൻ ഇപ്പോഴാട്ടോ, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ ഫോണിനകത്ത് പാട്ടിടും കേട്ടോ. എന്നിട്ട് അത് കേട്ടോണ്ടിരുന്നാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നമ്മുടെ ഫോൺ വീഡിയോ എടുക്കാൻ വേണ്ടുന്നതുകൊണ്ട് ഇങ്ങനെ കേൾക്കാൻ പറ്റത്തില്ല. വീഡിയോ എടുക്കാൻ തന്നെയല്ല, നമുക്ക് പാട്ടിടണം അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. വെണ്ടയ്ക്കയും സവോളയും പച്ചമുളകും പിന്നെ ഉപ്പും കൂടെ ചേർത്ത് ഇത് അടുപ്പിലിട്ട് വെച്ച് ഇതൊന്ന് വാടി വരുന്നതനുസരിച്ച് ഇളക്കി കൊടുക്കണം. ഞാൻ സവോളയൊക്കെ എടുത്തോണ്ട് വരട്ടെ, സവോളപ്പൂ തോരൻ വെക്കാനായിട്ട്. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ സവോളപ്പൂ ഞാനിങ്ങനെ റൗണ്ടിലാണ് എരിഞ്ഞെടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഒത്തിരി വലുപ്പമില്ലാതെ. എന്നിട്ട് അതിലേക്ക് പച്ചമുളകും സവോളയും കൂടെ ചേർക്കും. ഇത്രയും ഒന്ന് വെന്ത് കിട്ടിയിട്ടാണ് ബാക്കിയൊക്കെ ചേർക്കുന്നത്.
കടുകിട്ടു. അതിലേക്ക് 2 ഉണക്കമുളക് കൂടി ഇടുവാണേ. ആവശ്യത്തിനുള്ള ഉപ്പ്, ശകലം വെള്ളം ചേർത്ത് ഇച്ചിരി അതൊന്ന് വേകാൻ വേണ്ടി മാത്രം. കൊറോണ സമയത്തൊക്കെ എപ്പോഴും ഫേസ്ബുക്കിൽ വരുന്നൊരു പാട്ടായിരുന്നേ, ലോകം മുഴുവൻ സുഖം പകരാനായി നല്ലൊരു പാട്ട്. അത് കേട്ടിരിക്കാൻ തന്നെ ഒരു പ്രത്യേക സുഖമാണ്. ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനും ഷെയർ ചെയ്തിട്ടുണ്ട് ആ പാട്ട്. എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. കുറെ പ്രത്യേക ഗാനങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്കും ഇഷ്ടമുള്ളത്. അതുപോലെ ഒരു പാട്ടാണ് ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനുസരണായ പിതാവേ. പഴയ സിനിമയിലെ പാട്ടൊക്കെ അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. നിങ്ങളൊക്കെ ഇന്നെന്താ ഇങ്ങനെ പാട്ടൊക്കെ പഠിക്കാം? ചില ദിവസം ഇങ്ങനെ കേട്ടോ, ചില ഒരുപാട് ഇങ്ങനെ നമ്മുടെ പഴയ പാട്ടുകളൊക്കെ ഇങ്ങനെ അടുക്കള ജോലി ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ കയറി വരും. പിന്നെ ആദ്യമൊക്കെ ചമ്മലായിരുന്നു ഇതൊക്കെ പാടാൻ എടുക്കുന്നത്. ഇപ്പൊ അങ്ങനെ ചമ്മലൊന്നും ഇല്ലെന്നേ. നമുക്കറിയുന്ന പാട്ടൊക്കെ എല്ലാവരും പാടുന്നുണ്ട്. പിന്നെ ഞാനും പണിയില്ലെന്ന് ഓർത്തും. ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടമല്ല, ദൈവത്തെ ഓർത്ത് പാടല്ലെന്ന് പറഞ്ഞാൽ മതി, അവിടെ സ്റ്റോപ്പ് ചെയ്തേക്കാം. പിന്നെ ഈ അടുക്കളയിലൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ തന്നെയല്ലേ ഉള്ളൂ. ചിലപ്പോൾ പിള്ളേർ ആരെങ്കിലൊക്കെ കാണും കേട്ടോ. ചില സമയത്ത് ഈ കണ്ണം വന്നു കൂടെയൊക്കെ ഇരിക്കും. ചിലപ്പോൾ ടി വിക്ക് അഡിക്റ്റ് ആയി പോയെങ്കിൽ ഉണ്ടല്ലോ, അവൻ ടി വിക്ക് മുന്നിൽ തന്നെ ആയിരിക്കും, വെളിയിലോട്ട് ഇറങ്ങത്തില്ല. അങ്ങനെയുള്ള സമയത്തൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ് എടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഓരോരോ പാട്ടുകളൊക്കെ ഇങ്ങനെ മനസ്സിൽ കയറി വരും. അപ്പൊ അതൊക്കെ ഇങ്ങനെ ചുമ്മാ പാടി നിൽക്കുമ്പോൾ അതൊക്കെ പാടുമ്പോഴത്തേക്ക് എല്ലാത്തിനും കുരിശിന്റെ വഴി വരെ എന്റെ മനസ്സിൽ കയറി വരും. കുരിശിന്റെ വഴിയൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ ആ പാട്ടൊക്കെ ഉണ്ടല്ലോ, അതിന് ഇത് പൊള്ളിയഴിച്ച അതൊക്കെ ഇങ്ങനെ മനസ്സിൽ വരും കേട്ടോ. കുരിശിൽ മരിച്ച ഞാൻ പാട്ട് എനിക്ക് കേൾക്കുമ്പോഴത്തേക്ക് അത് കേൾക്കുമ്പോൾ സങ്കടവും വരാറുണ്ട് കേട്ടോ. കുരിശിൽ മരിച്ചവനേ കുരിശാലേ വിജയം വരിച്ചവനേ. ആ പാട്ട് നമ്മുടെ ഈ നോയമ്പൊക്കെ തുടങ്ങി കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ, കൊലയാഴ്ചയൊക്കെ ഇവിടെ ഒരു പള്ളിയിൽ നിന്ന് കേൾക്കുമായിരുന്നു. ഇപ്പൊ പക്ഷെ അത് കേൾക്കുന്നൊന്നുമില്ല കേട്ടോ. നേരത്തെയൊക്കെ കേൾക്കുമായിരുന്നു. ഒരു 2 വർഷമൊക്കെ മുന്നേ ഒക്കെ, കൊറോണയ്ക്കൊക്കെ മുന്നേ എന്തോന്നു ആ സമയത്തൊക്കെ കേൾക്കുമായിരുന്നു. ഇപ്പം പാട്ട് കേൾക്കുന്നില്ല. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് കണ്ടല്ലോ, കൊലയാഴ്ച കുരിശിലൊഴുകി പോയതും ഒക്കെ പെട്ടെന്ന് മനസ്സിലേക്ക് വരും. സത്യം പറഞ്ഞാൽ മനുഷ്യർക്കൊക്കെ എത്രമാത്രം ഓർമ്മകളല്ലേ. നമ്മള് ഒരു കല്യാണം കഴിച്ച് കുടുംബക്കായിട്ട് ജീവിച്ചു തുടങ്ങുമ്പോഴാണ് നമ്മുടെ പഴയ ഓർമ്മകളെല്ലാം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. പണ്ട് നമ്മൾ ജീവിച്ചത്, കൂട്ടുകാര് എല്ലാം. ഇപ്പോഴും സത്യം പറഞ്ഞാൽ നമ്മുടെ ശ്രീദേവി കോമഡിയിലെ ചേച്ചി ഈയിടയ്ക്ക് അവര് ഫ്രണ്ട്സ് എല്ലാം കൂടെ കൂടുന്നതാണ് ചേട്ടാ. സത്യം പറഞ്ഞാൽ ഒത്തിരി അത് കണ്ടപ്പോഴത്തേക്കുണ്ടല്ലോ എന്നെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി. അവർക്കൊക്കെ അങ്ങനെയൊക്കെയുള്ള യോഗമുണ്ട്. നമുക്കൊന്നും അങ്ങനെയുള്ള യോഗം ഞാൻ എവിടെ പോലും അറിയില്ല. പിന്നെ കുറച്ച് പേർക്കൊക്കെ അറിയത്തുള്ളൂ. പിന്നെ കുറെ പേർക്കൊക്കെ എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങളാണ് ജീവിതത്തില്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഇറങ്ങി തിരിയാൻ ആർക്കും നേരമില്ല. എനിക്കാണെങ്കിലും ഇവിടുന്ന് ഒരു ദിവസം പോലും മാറി നിൽക്കുന്നത് ഭയങ്കര മടിയാണ് കേട്ടോ. ഒറ്റയ്ക്കൊക്കെ എവിടെയെങ്കിലും പോകുന്നതും മടിയാണ്, മാറി നിൽക്കുന്നത് മടിയാണ്. എനിക്ക് ഈ പിള്ളേരും പാത്രമായിട്ട് എവിടെയെങ്കിലും പോയിട്ട് ഒരു മനസ്സിന് സമാധാനമില്ല. ലോകം മുഴുവൻ സുഖം പകരാനായി സവോളപ്പ് വേകാനൊന്നും അധികം സമയമൊന്നും വേണ്ട കേട്ടോ. പെട്ടെന്ന് വെന്ത് കിട്ടുന്ന സംഭവമൊക്കെ. പിന്നെയാണെങ്കിൽ ഞാൻ എല്ലാം ഇച്ചിരി ദൈവമേ ചിക്കൻ കറി വെച്ചതാ. അതിനകത്ത് ഗ്രേവി മൊത്തം തീർന്നു കേട്ടോ. കഷ്ണങ്ങൾ തേണ്ട അതുപോലെ കിടപ്പുണ്ട്. ഇനി വൈകിട്ട് ഇച്ചിരി ഗ്രേവി ഉണ്ടാക്കണം.
ഉച്ചയ്ക്ക് ഇനി ആരെങ്കിലും മീൻ കൊണ്ടുവന്നില്ല ഇതുവരെയായിട്ടും. മീൻ കൊണ്ടുവന്നാൽ അതുകൊണ്ടാണ് ഞാൻ കറി വെക്കുന്നതിനെ പറ്റി ചിന്തിക്കാൻ നിൽക്കുന്നത്. മീൻ ഉണ്ടെങ്കിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അടുത്ത് തന്നെ കറി വെക്കേണ്ടതെന്ന് ആലോചിക്കാം. ഞാൻ മാങ്ങ കിട്ടുവാണെങ്കിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അയല വല്ലതും കിട്ടുന്നെങ്കിൽ ഓർപ്പിച്ചത് തേങ്ങ അരച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചു. മാങ്ങ ഇട്ട് അടിപൊളി കറി വെക്കാം അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി അറിയത്തില്ല, ചേട്ടൻ ഇതുവരെ വന്നില്ല. വണ്ടിയുടെ അതുകൊണ്ട് പരിപാടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോയേക്കുന്നത്. അതെല്ലാം കഴിഞ്ഞ് ഇനി മീനൊക്കെ മേടിച്ചുകൊണ്ട് വരുള്ളൂ. എനിക്കൊന്ന് ഇവിടെ ഒരു 12:30 കഴിയുമ്പോൾ 12:45 കഴിയുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടും കേട്ടോ. അതിനായിരിക്കും നോക്കി നിൽക്കുന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് 2 ദിവസത്തേക്കുള്ളത് എടുക്കാം. നല്ല മീനാണ്. ഞാൻ ഇനി ഇതിന് തേങ്ങയൊക്കെ ഒന്ന് ചിരണ്ടിക്കൊണ്ട് വരട്ടെ. വന്നു, വണ്ടി കയറിയിട്ടു. മീൻ എന്നേലും മേടിച്ചാ ചെന്നു കണ്ടോ. ഇവനാരാ മോനെന്നറിയാമോ? ബാസടം വരുന്നതെന്ന് അറിയുമ്പോഴത്തേക്ക് കണ്ടല്ലോ ഇപ്പൊ പെട്ടെന്ന് ഇറങ്ങി വെളിയിൽ ചെല്ലും. ഇല്ലേടാ കണ്ട. അതുവരെ അവൻ TV കണ്ടോണ്ട് കിടക്കുവേ. എന്നാടാ ശരിയാക്കിയോടാ? ശരിയാക്കിയോന്ന്? മീൻ കിട്ടിയോ? ഇല്ലേ? പിന്നെ എന്നാ മീനാടാ? ഇതൊരു എടുക്കത്ത് പറ്റത്തില്ല, അപ്പുറത്തോടെ കൊണ്ടോ. കിടന്നു കഴിഞ്ഞ് എണീക്കുമ്പോൾ ഭയങ്കര ക്ഷീണോ. കല്ല് തരാത്തതിന്റെ കുഴപ്പം. അങ്ങനെ സവളപ്പൂ തോരൻ വെക്കുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് തേങ്ങ ചുമ്മാ ഞാൻ ചേർക്കത്തേ ഉള്ളൂ. പിന്നെ ഇതിനകത്തേക്ക് മുട്ടയും കൂടെ ചേർക്കുവേ. അപ്പം മുട്ട അതിൻ്റെ നടുക്കോട്ട് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷമാണ് അതിട്ടൊന്ന് ചിക്കി എടുത്തിട്ട് ഒരു ശകലം വെജിറ്റബിൾ മസാലപ്പൊടിയും കൂടെ ചേർക്കും. ഞാൻ കാണിച്ചു തരാവേ. ഇതിൻ്റെ നടുക്കോട്ട് ഒരു ശകലം വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയോ വെജിറ്റബിൾ ഓയിലോ എല്ലാം ഒഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് അതിലേക്ക് മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കും. എന്നിട്ടിത് മുട്ടത്തോട് വീണു കേട്ടോ. എന്നിട്ടിതിങ്ങനെ ചിക്കി എടുക്കും. ചിലർ പറയും കൊത്തി എടുക്കാന്ന് പറയും. ഞാൻ ചിക്കി എടുക്കാന്ന് പറയും. നീ ഇന്നൊരു ദിവസത്തേക്കുണ്ടല്ലോ എൻ്റെ ഭാര്യ എപ്പോഴും ഈ പാട്ടേ വരത്തുള്ളൂ. കേട്ട് നിങ്ങൾക്കും ബോറടിക്കും. ഇനി ഞാൻ മിണ്ടത്തില്ല. എന്നാടാ മോനെ എനിക്ക് വിളിച്ചത് തണുത്തോളം തട കുടിക്കാൻ. എന്തിടാ പാത്രം അവിടെ കൊണ്ട് വെച്ചോ. ഇതുണ്ട്. അത് ഇനി എല്ലാം കൂടി ഇട്ട് ഒന്നിച്ച് ഇതാക്കി എടുക്കുമ്പോൾ നല്ല പോലെ സെറ്റാകും കേട്ടോ. സവോളപ്പൂ അല്ലാതെയും തോരൻ വെക്കാം. പക്ഷെ ഇവിടെ ഇവർക്ക് ഈ മുട്ട ചേർത്ത് വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. തേങ്ങയും കൂടി ഇട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് ഇതിലേക്കൊരു ശകലം വെജിറ്റബിൾ പൊടിയും കൂടെ ചേർക്കുക. വെജിറ്റബിൾ മസാലപ്പൊടി കേട്ടോ ചേർക്കാൻ നല്ലത്. മറ്റേ മീറ്റ് മസാലപ്പൊടിയൊക്കെ ചേർത്ത് അത്ര ഒരു ടേസ്റ്റ് വരത്തില്ല. ഇപ്പം നമ്മുടെ സവോളപ്പൂത്തോരൻ റെഡിയായി. ഉപ്പ് ഒന്ന് നോക്കിയ കൂടി ഇല്ല കേട്ടോ. വേഗം വേണം.
ഇതടങ്ങിയിരിക്കട. ഞാൻ ടേസ്റ്റ് ചെയ്തു. ഉപ്പ് നോക്കാൻ പറ്റിയില്ലെന്ന് ഒന്നും കൂടെ കൊടുക്കാമല്ലോ. ഉപ്പ് നോക്കിയില്ലേ നോക്കാൻ. മീൻ കൊണ്ടുവന്നിട്ടുണ്ടേ, അത് പീസാക്കിയല്ല കൊണ്ടുവന്നേക്കുന്നത്. ഞാൻ നോക്കട്ടെ അതെങ്ങനെയാണ് കൊണ്ടുവന്നേക്കുന്നതെന്നും എല്ലാം നോക്കട്ടെ. മീൻ കറി വെക്കാം. ഇത് കടല മീൻ നോക്കട്ടെ. മീന് അതിൻ്റെ കയ്യിലെ വെള്ളം. മീൻ പീസാക്കിയാണ് കൊണ്ടുവന്നേക്കുന്നത്, തലയും എല്ലാം ഉണ്ട്. അപ്പോൾ എനിക്ക് മീനിൻ്റെ തല കറി വെക്കുന്നത് ഭയങ്കര ഇഷ്ടം കേട്ടോ. കുറച്ച് കറി വെക്കാം, തലയും കുറച്ച് കഷ്ണങ്ങളും കൂടെ ഇട്ട് കറി വെച്ചിട്ട് ബാക്കി നമുക്ക് വറക്കാൻ എടുക്കാം. ഈ ചെറുക്കൻ എൻ്റെ പുറകെ നടന്ന ആരപ്പാൻ പോയിരിക്കണം അവിടെ. അങ്ങനെ ഇല്ല, ഉച്ചക്കത്തെ കറിയൊക്കെ റെഡിയായി. തലക്കറി, പിന്നെ മീൻ വറുത്തത്, ഇന്നലത്തെ ചിക്കൻ ഇരുന്നതിൻ്റെ കുറച്ച് ഇതൊന്ന് ഫ്രൈ ആക്കി എടുത്തു. പിന്നെ സവോളയും ഇട്ട് ഞാൻ വീഡിയോ കാണിച്ചാണല്ലോ, തോരൻ, പിന്നെ സവോളപ്പൂ, പിന്നെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി. ഇതൊക്കെയായിരുന്നു ഉച്ചക്കത്തെ കറികളൊക്കെ. അപ്പം ഞങ്ങളിനി ചോറൊക്കെ ഉണ്ണാനായിട്ട് തുടങ്ങുവാണ്. ഞങ്ങളിനി ഊണൊക്കെ കഴിഞ്ഞ് പിന്നെ കാണാമേ. ഫാൻ എങ്ങിട്ടേ കണ്ണ, ചൂടാ, നല്ല ചൂടാ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയെന്ന് പറഞ്ഞില്ലായിരുന്നു. പോയി വന്നപ്പോഴത്തേക്ക് ഞാൻ കണ്ടിരുന്ന തണ്ണിമത്തങ്ങ ഞങ്ങൾ വരുന്ന വഴിക്ക് വെച്ചേക്കുന്നതാണേ. അപ്പോൾ ആ തണ്ണിമത്തങ്ങ എന്ന് പറഞ്ഞാൽ പുറം പച്ച അകം മഞ്ഞ. അപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞു, മഞ്ഞ തണ്ണിമത്തങ്ങ ഇരിക്കുന്നത് ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ല, അത് ഇവിടെ ഞങ്ങളാരും കഴിച്ചിട്ടില്ല, അപ്പം നമുക്കൊന്ന് മേടിക്കാമെന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു, റാന്നിയിൽ ഇഷ്ടംപോലെ കിട്ടും, നമുക്ക് അവിടെ ചെന്നിട്ട് മേടിക്കാമെന്നൊക്കെ പറഞ്ഞേച്ച് അന്ന് വൈകിട്ട് മേടിച്ചുകൊണ്ട് വന്ന തണ്ണിമത്തങ്ങയാണ്. ഇത് കണ്ടോ, ഇത് മഞ്ഞ തണ്ണിമത്തങ്ങയാണെന്ന് പറയും. മഞ്ഞ കളർ തണ്ണിമത്തങ്ങ മേടിച്ചിട്ടുണ്ട്. ഞാൻ ഇതിനകമാണ് മഞ്ഞ എന്ന് വെച്ചാൽ. ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ഞങ്ങൾ മേടിച്ചത് മഞ്ഞ ആയിരിക്കും നോക്കുന്നത്, പക്ഷെ ഇത് മുറിച്ചപ്പോൾ ഉണ്ടല്ലോ ചുമപ്പായിരുന്നു. കണ്ടോ ചുമപ്പ, വേണ്ടേ? ഇത് കണ്ടോ, ഞാൻ ഇതല്ല ഉദ്ദേശിച്ചത്. ഇനി ഇത് ഊണൊക്കെ കഴിഞ്ഞിരിക്കുമല്ലേ, എന്നാൽ പിന്നെ ഇത് ചെറിയ പീസാക്കി എല്ലാവർക്കും ഒന്ന് കഴിക്കാൻ കൊടുക്കാമെന്ന് ചോദിച്ചാൽ ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുത്താണേ. കണ്ണിന് വലിയ താല്പര്യമില്ലത്. അച്ഛനും എനിക്കും ചേട്ടനും ഒക്കെ ഇഷ്ടമാണേ. ചെറിയ പീസാക്കി കൊടുക്കാമെങ്കിൽ തണുത്തായിട്ട് ഇപ്പം ഈ ചൂട് സമയത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. ഞങ്ങളൊക്കെ ഇവിടെ തണ്ണിമത്തങ്ങാന്ന് പറഞ്ഞ കേട്ടോ. ചെറിയന് ബത്തക്കാന്നോ അങ്ങനെ കണ്ട ഒരു പേരും കൂടെ പറയുന്നേക്കാം. ചെറിയ ചെറിയ പീസാക്കട്ടെ, എന്നിട്ട് പാത്രത്തിലിട്ട് കേട്ടോ. മുഴുവനും പീസാക്കി എടുത്തേ, മധുരം ഉണ്ടല്ലോ നോക്കട്ടെ. നല്ല തണുപ്പാ, മധുരമുണ്ട് കേട്ടോ, നല്ല മധുരമുണ്ട്. ഇനിയിപ്പോൾ എല്ലാവരും കൂടെ കഴിക്കാണ്ട് കൊണ്ട് കൊടുക്കട്ടെ. ഉച്ചക്കത്തെ ഊണെല്ലാം കഴിഞ്ഞ് ഇതിപ്പോൾ 4 മണിയായി കേട്ടോ. ഊണിൻ്റെ വീഡിയോ അല്ലേ കാണിച്ചത്. അത് കഴിഞ്ഞ് 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ഇച്ചിരി വെട്ടുകേക്ക് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുകയാണ്. അപ്പം മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാമെന്ന് വെച്ചപ്പം കറണ്ട് ഇല്ല. എന്നാൽ പിന്നെ അത് ഇനി കറണ്ട് വരുന്ന വരെ നോക്കിയിരിക്കണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് പഞ്ചസാര ഇതിനകത്തോട്ട് ഇട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് അരിപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചേ.
നല്ലപോലെ നല്ലപോലെ നലിപ്പിച്ചെടുക്കട്ടെ. ഇതിലേക്ക് ഞാൻ ഒരു നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരിച്ചിട്ട് ബേക്കിംഗ് പൗഡർ തന്നെ വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ബേക്കിംഗ് സോഡ ആണെങ്കിലും മതി. ഞാൻ പിന്നെ ഇവിടെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി മേടിച്ച് ഇരിപ്പുള്ളതുകൊണ്ട് ഒരിച്ചിരി ബേക്കിംഗ് പൗഡർ കൂടെ ഒന്ന് ചേർക്കുന്നതേ ഉള്ളൂ. കളർ ഉണ്ടെങ്കിൽ കളർ ചേർക്കാം. ഞാനിപ്പോൾ ഇതിനകത്ത് മഞ്ഞൾ പൊടിയാണ് ചേർക്കുന്നത്. കളറ് എൻ്റെ ഇല്ല, അതുകൊണ്ടാണ് മഞ്ഞൾ പൊടി ചേർക്കുന്നത്. ഇതിലേക്ക് ഇനി 2 മുട്ട. ചായക്കട കേക്കെന്നും ഒക്കെ ഇതിന് പറയും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം കേട്ടോ. ഇവിടെ അച്ഛനൊക്കെ ഇഷ്ടമാണ്. 2 മുട്ട എടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ മിക്സ് ചെയ്യട്ടെ. ഇനി ഇതിലേക്ക് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. മൈദയുടെ കൂടെ ശകല റവയും കൂടെ ചേർത്ത് കൊടുക്കാമെങ്കിൽ നല്ലത്. റവ ഞാൻ ഇന്നാളും മേടിച്ചതിന് കുറച്ചെടുത്ത് മാറ്റി വെച്ചതാണ്. എപ്പോഴേലും ഇതൊന്നും ഉണ്ടാക്കാനായിട്ട് എടുക്കുമ്പോൾ ഒരു കലം ഒത്തിരി ഒന്നും വേണ്ട കേട്ടോ, കുറച്ച് റവ ചേർത്താൽ മതി. ഞാൻ ഇതിൻ്റെ അളവൊന്നും പറയുന്നത് എനിക്കങ്ങനെ അളവൊന്നും പറയാൻ അറിയത്തില്ലെന്നേ. ഞാൻ എല്ലാം എൻ്റെ ഒരു ഐഡിയയിലൊക്കെ ചെയ്തു പോകുന്നതേ ഉള്ളൂ. പിന്നെ ഇതൊക്കെയാണ് ഇതിനകത്ത് ചേർക്കുന്നതെന്നുള്ളത് പറയാൻ എനിക്കറിയാം, അല്ലാതെ എനിക്ക് അറിയില്ല കേട്ടോ. അതുകൊണ്ടാണ് അളവൊന്നും പറയാത്തത്. ഇത് നല്ലപോലെ കുഴച്ചെടുക്കട്ടെ. ഇച്ചിരിയുടെ വെള്ളം വേണമെങ്കിൽ വെള്ളം ചേർത്ത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കത്തില്ലേ, അതുപോലെ കുഴച്ചെടുക്കണം. മുട്ട ഇനിയും ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. ഞാൻ പിന്നെ 2 മുട്ട എടുത്തുള്ളൂ. ഇത് മുഴുവൻ കുഴച്ചെടുത്തിട്ട് വീഡിയോയിൽ വരാവേ. ഇത് കുഴച്ച് ഇനി ഒരു 10-15 മിനിറ്റ് നേരം ഇതിങ്ങനെ മാറ്റി വെച്ചേക്കുവേ, ഒരിച്ചിരി ഒന്ന് സെറ്റാകാനായിട്ട്. എന്നിട്ട് ഉണ്ടാക്കാനായിട്ട് എടുക്കത്തുള്ളൂ. ഇതുണ്ട് ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്നതിൻ്റെ ആ ഒരു ഇതിലാണ് കുഴച്ച് വെക്കുന്നത്. ചെന്നിരിക്കുമ്പോൾ ഇതൊന്നും കൂടെ മയം വരും. മാവ് ഇനി ഇച്ചിരി മൈദയുടെ പൊടി ഇട്ട് ഞാൻ പരത്തി എടുക്കുവാണേ. ഞാൻ ഇതൊന്ന് പരത്തി എടുത്തേച്ച് ചെറുതോ വലുതോ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് കേട്ടോ. ഇങ്ങനെ ചെറിയ പീസാക്കി മുറിക്കുക. കടയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അവരൊത്തിരി വലുതായിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ ഇപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ ചെയ്യുന്നുള്ളൂ. എന്നിട്ട് ഇത് ഒന്ന് 2ആയിട്ട് മുറിച്ച് വെച്ച് ഇങ്ങനെ നടുക്കൂടെ മുറിക്കുവോ അല്ലെങ്കിൽ ഇതേണ്ട ഇങ്ങനെ 3ആയിട്ട് മുറിക്കുകയോ ചെയ്യാം കേട്ടോ. കയ്യിലെടുത്ത് വെച്ചാൽ രണ്ട് ഇങ്ങനെ വേണേലും മുറിക്കാം. എണ്ണ ചൂടാകുന്നതനുസരിച്ച് ഇനി ഇട്ട് കൊടുക്കാവേ. എണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുക. തീ ഒരുപാട് കൂട്ടിയിടാതെ ഇങ്ങനെ തിരിച്ചും മറിച്ച് വേവിച്ചെടുക്കണം. അന്നേരം അതിൻ്റെ അകം നല്ലപോലെ വെന്ത് കിട്ടത്തുള്ളൂ.
ആദ്യം ഇട്ടത് റെഡിയായി. ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ, ഞാൻ മൂന്നായിട്ട് ഇങ്ങനെ മുറിച്ച്, ബാക്കിയെല്ലാം നടുവേ മാത്രം ഒന്ന് മുറിച്ചതേ ഉള്ളൂ. ഇതുണ്ട്, അത് ഇച്ചിരി വലിയ പീസായിരുന്നു. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇച്ചിരി വലുതായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ബാക്കിയെല്ലാം രണ്ടിതായിട്ട് മാത്രമേ മുറിച്ചിട്ടുള്ളൂ. പക്ഷെ എനിക്കൊന്ന് ഈ മൂന്നായിട്ട് മുറിക്കുമ്പോഴൊന്നും ഇച്ചിരി കാണാനൊരു ഭംഗിയായിട്ട്. ലാസ്റ്റ് ഇട്ടതും മുഴുവൻ എടുത്തു കേട്ടോ. നമ്മുടെ വെട്ട് കേക്ക് മുഴുവനും റെഡി. ഇതും പിന്നെ ഇടയ്ക്ക് അങ്ങനെ ഒരെണ്ണം കൂടെ കണ്ട ഞാനങ്ങനെ ഇതുപോലെ ഉണ്ടാക്കിയത് കേട്ടോ. അങ്ങനെ അതിൻ്റെ കൂടെ അത് രണ്ടേ ഉള്ളൂ. ബാക്കിയെല്ലാം ഞാനിങ്ങനെ രണ്ടായിട്ട് മുറിച്ചിട്ട് മാത്രം ഉണ്ടാക്കി കേട്ടോ. കൊള്ളം കേട്ടോ, ടേസ്റ്റൊക്കെ ഉണ്ട്. ടെസ്റ്റിങ്ങുകാരി വന്നായിരുന്നു അച്ചു. അപ്പം നമ്മുടെ ഇതൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വലിയ താമസമൊന്നും ഇല്ലാത്തതാണേ. ഇപ്പം നമ്മുടെ 4 മണിക്കത്തെ കട്ടൻ കാപ്പിയുടെ കൂടെയുള്ള കടിയോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. ഇനി അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ. മറക്കണ്ട കേട്ടോ, വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.